ഇവ നിന്റെ കയ്യിൽ ഈ ബാഗിലുള്ളത് മുഴുവൻ നിനക്ക് അവകാശപ്പെട്ടതാണ്. തനിക്കിതിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും കഷ്ടപ്പെട്ട് ഇത്രയും സെറ്റാക്കി തന്നതിന് വക്കീൽ ഫീസ് മാത്രം പോരാ. ദർശൻ വേറൊരു ബെറ്റർ ലൈഫ് തേടി പോയിക്കഴിഞ്ഞു. ഇനി ഇവയ്ക്ക് എത്ര കാലം ബാക്കിയുണ്ട്? ലെറ്റ്സ് മൂവ് ഓൺ. ഇല്ല, എൻ്റെ സങ്കടം അങ്ങനെ അത്ര പെട്ടെന്നൊന്നും തീരില്ല. ദർശനപ്പ ഞാൻ സന്തോഷിക്കാനും ചിരിക്കാനും ഒക്കെ പഠിച്ചത്. ഇവ വിഷമിക്കാനോ ഓർത്ത് കരയാനോ ആണെങ്കിൽ ഇവിടെ കാര്യങ്ങൾ ഒരുപാടുണ്ട്. തൻ്റെ കയ്യിൽ കാശുണ്ടായിട്ട് വിഷമിക്കുന്നു. ഞാനൊക്കെ നേരെ തിരിച്ച്. ഇവയ്ക്കറിയോ, എൻ്റെ അച്ഛൻ തുടങ്ങിയ MB പ്രോപ്പർട്ടീസിൻ്റെ വില്ല പ്രോജക്റ്റിന് വേണ്ടി 37 ക്ലയൻസിൻ്റെ അടുത്തുനിന്ന് കാശ് മേടിച്ചതാണ്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കീ ഹാൻഡ് ഓവർ ചെയ്യേണ്ട സമയവും കഴിഞ്ഞു. പെട്ടെന്നൊരു ദിവസം ഡാഡിയും പോയി. എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല. ഇനി 1 മാസത്തിനകം കീ ഹാൻഡ് ഓവർ ചെയ്തില്ലെങ്കിൽ എന്താവുമെന്ന് പോലും അറിയില്ല. ചിലപ്പോ അകത്താവുമായിരിക്കും. മാഡം, ഇനി പണി നീങ്ങണമെങ്കിൽ മെറ്റീരിയൽസ് ഇറക്കിയേ പറ്റും. തെളിക്ക് പരിപാടി നടക്കൂലെന്ന് കടയിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഇപ്പൊ മഴയും തുടങ്ങി. ഇപ്പൊ സാധനം ഇറക്കിയ മഴയൊക്കെ തോന്നുമ്പോഴേക്കും നമുക്ക് പണി അങ്ങ് തീർക്കാം. പിന്നെ പണിക്കാർക്ക് കാശ് പറ്റിക്കണ്ടേ, അതുകൊണ്ട് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റുള്ളൂ മാഡം. ഒരു 3-4 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിപ്പെടുത്താം. കുറച്ച് ഫണ്ട് സോഴ്സ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പണി സാധനങ്ങൾ മിഷനില്ല, മാഡത്തിന് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി പണി തുടങ്ങാൻ എടുക്കാം. ഓക്കെ, ഇതാ ചാവി. ഓ, പിന്നെ മാഡം, എന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ മാഡം. ജോൺസന്റെ കാര്യവും പരിഗണിക്കാം. ശരി മാഡം. കണ്ടോ, ഇത്രയും വലിയ ടെൻഷനിൽ നിന്നിട്ട് ഞാൻ കരയുന്നുണ്ടോ? പിന്നെയല്ലേ. അപ്പോൾ പിന്നെ ഇന്ന് നമുക്ക് എൻ്റെ വീട്ടിൽ നിന്നിട്ട് ഈ മൂഡൊക്കെ ഒന്ന് മാറ്റി നാളെ പോവാം. ഓക്കെ? ഇവയല്ലേ അത്? സങ്കടപ്പെടുന്നവർക്കും നഷ്ടം സഹിക്കുന്നവർക്കും മുന്നിൽ എന്നും ഇരുട്ടായിരിക്കും. കാശ് കൊടുത്താൽ സന്തോഷം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ബാഗിൽ കോടികളുണ്ട്, നിറയെ സ്വർണവും. എനിക്കുള്ളത് മുഴുവൻ ഞാൻ കൊടുക്കാം. പകരം ഇച്ചിരി സന്തോഷം തരാൻ ആർക്കെങ്കിലും പറ്റുമോ? യു ആർ റൈറ്റ്. യു കാൻറ്റ് ബൈ ഹാപ്പിനെസ്, ബട്ട് യു ക്യാൻ ബൈ വിസ്കി. ഈ ഡാർക്ക് സീനൊക്കെ ഒന്ന് പോട്ടെ. എന്നിട്ട് സന്തോഷം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ വല്ല വകുപ്പ് നോക്കാം. ചിയേഴ്സ്. നാളെ തന്നെ നാട്ടിലേക്ക് പോകണം. കൊച്ചമ്മയും പിള്ളേരെയൊക്കെ കാണണം. പപ്പ തന്ന എല്ലാം അവർക്ക് കൊടുക്കണം. അപ്പം അവരെന്നെ നോക്കി ആദ്യമായിട്ട് ചിരിക്കുമായിരിക്കും. പിന്നെ ഒരു യാത്ര പോകണം. ചേലപ്പാറയുടെ മുകളിൽ നിന്ന് കൈതയാറ് ഒഴുകി ഒഴുകി പോകുന്ന പോലൊരു യാത്ര. ഒരുപാട് ദൂരത്തേക്ക്. ദൂരെ
since a purified. Be the demon, burn them alive since you purified. Free hidden and disguised. Tear it out, let it bleed the sky. See the demon, burn you alive since you purified. Be the demon, burn them alive since you purified. You are the demon, burned alive and you were crucified. Burn the demon inside and you were purified. ഇപ്പൊ പെട്ടെന്ന് എങ്ങനെയാ സർ ഹരിതയിലേക്ക് എത്തിയത്? നിയമവശങ്ങളെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാളാണ് ക്രിമിനൽ എന്നെനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. ഇവയെക്കുറിച്ച് ഇൻഫർമേഷൻ തരുന്ന അഡ്വക്കേറ്റ് സുഹൃത്തിനെ കുറിച്ച് മേധ പറഞ്ഞപ്പോൾ ആ സംശയം ബലപ്പെട്ടു. പിന്നെ കുറച്ചു മുമ്പ് എനിക്ക് വന്ന ആ ഫോൺ കോൾ പിടികിട്ടി. ഇപ്പൊ ഓർമ്മ കിട്ടി. നീ അന്ന് പറഞ്ഞ യുവാമലയല്ലേ? അവളെ ഞാൻ കണ്ടത് നമ്മുടെ ജില്ലാ കോടതിയുടെ മുമ്പിൽ വെച്ചാ. അന്ന് അവള് വക്കീൽ വേഷത്തിലായിരുന്നു. ആ ഫോൺ കോൾ അതുറപ്പിച്ചു. See the demon, burn you alive since you purified. Be the demon, burn them alive since you purified. See the demon, burn you alive since
അന്വേഷിച്ചു വരാൻ ആരുമില്ല എന്നുറപ്പുള്ള ഇവ മറിയെ കൊലപ്പെടുത്തി ശരീരം പലയിടങ്ങളിലായി എങ്ങനെ ഉപേക്ഷിച്ച് ആ സെറ്റിൽമെന്റ് വഴി ഇവയ്ക്ക് കിട്ടിയ പണവും ആഭരണങ്ങളും ദർശൻ പ്ലഡ് ചെയ്ത ആധാരവും കൈക്കലാക്കുന്നു. പക്ഷെ എന്നിട്ടും അത്യാഗ്രഹം തീരുന്നില്ല. ഇവയുടെ പേരിലുള്ള മറ്റ് സ്വത്തുക്കൾ കൂടി സ്വന്തമാക്കാൻ ഹരിത ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. ഇവ മറിയുടെ ആധാർ കാർഡിൽ ഡീറ്റെയിൽസോ മറ്റൊന്നും മാറ്റാതെ തൻ്റെ സ്വന്തം ഫോട്ടോ പതിപ്പിച്ച് ഹരിത ഒരു ഫേക്ക് ID പ്രൂഫ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ ID പ്രൂഫ് ഉപയോഗിച്ച് ഹരിത ഒരു പുതിയ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നു. നിയമത്തിൻ്റെ നൂലാമാലകളും നമ്മുടെ സിസ്റ്റത്തിലെ ലൂപ്പ് ഹോൾസും നന്നായിട്ട് അറിയാവുന്ന അഡ്വക്കേറ്റ് ഹരിത ആർക്കും ഒരു സംശയവും തോന്നാത്ത വിധം ഒസ്യത്ത് പ്രകാരം ഇവയ്ക്ക് ലഭിച്ച വീടും പുരയിടവും മറച്ചു വിൽക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന തുക നല്ലൊരംശം ക്യാഷായി കൈപ്പറ്റുന്നു. ബാക്കി ആ പുതിയ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത് പലപ്പോഴായി വിഡ്രോ ചെയ്യുന്നു. ഈ കാലയളവിൽ ഇവ മറിയ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ചിലരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ ഇവയുടെ ഫോണിലെ വാട്സാപ്പിലൂടെ പല സ്ഥലങ്ങളിൽ നിന്നും പലർക്കും മെസ്സേജ് ചെയ്യുന്നു. തനിക്ക് നേടാനുള്ളതെല്ലാം നേടിക്കഴിഞ്ഞു എന്ന് ബോധ്യമായപ്പോൾ ഇവ മറിയ എന്ന ഐഡന്റിറ്റി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അതിന് ഇവ ഒരു സ്പിരിച്വൽ ജേണിയിൽ എംബാർക്ക് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ സ്വയം ഒരു യാത്ര ചെയ്യുന്നു വാരണാസിയിലേക്ക്. യാത്രയിലെ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇവ ഇനി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകില്ല എന്ന് ബോധ്യപ്പെടുത്താൻ അവസാന പോസ്റ്റിന് ശേഷം ആ ഫോൺ ഉപേക്ഷിക്കുന്നു. ഇവ മറിയ എന്ന ഐഡന്റിറ്റിയും എന്നേക്കുമായി ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് അതുവരെ ഹരിതയുടെ പ്ലാനിൽ ഇല്ലാതിരുന്ന, ഇൻഫാക്ട് നമ്മുടെ ആരുടെയും പ്ലാനിൽ ഇല്ലാതിരുന്ന COVID-19 എന്ന പാൻഡമിക് സംഭവിക്കുന്നു. ആ ലോക്ക്ഡൌണിൽ വാരണാസിയിൽ സ്റ്റക്കായി പോയ ഹരിത ഇവ മറിയ എന്ന പേരിൽ തന്നെ ഒരു സ്പെഷ്യൽ ബസ്സിൽ കേരളത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നു. എന്നിട്ടിന്നും ഇപ്പോഴും പിടിക്കപ്പെടില്ല എന്ന പൂർണ്ണ ആത്മവിശ്വാസത്തോടെ നമുക്കിടയിൽ ജീവിക്കുന്നു. ഇനി പറയാനുള്ളത് തെളിവുകൾക്കും ഹരിതയ്ക്കും മാത്രം. ആ തെളിവുകൾ നശിപ്പിക്കാനുള്ള തിടുക്കത്തിലാകും ഇപ്പോൾ.
അതിദാരുണമായ ഒരു മരണവാർത്ത കേട്ടാണ് ഇന്ന് നാടുണർന്നത്. അഭിഭാഷകയും MB പ്രോപ്പർട്ടീസിന്റെ സാരഥിയുമായ അഡ്വക്കേറ്റ് ഹരിത മോൻസി മനക്കിലാണ് സുഹൃത്തിന്റെ വീട്ടിലെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് മരിച്ചത്. പ്രാഥമിക നിഗമനത്തിൽ ഫ്രിഡ്ജിൽ നിന്നുള്ള ഫ്രിയോൺ ഗ്യാസ് ശ്വസിച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വളരെ വിരളമായി മാത്രം സംഭവിച്ചിട്ടുള്ള റെഫ്രിജറേറ്റർ കില്ലിംഗ് എന്നറിയപ്പെടുന്ന അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ സാറിന് ഇപ്പോഴെങ്കിലും വിശ്വാസം തോന്നുന്നുണ്ടോ? ഈ യുക്തിയും വിശ്വാസങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അതെന്നും നിലനിൽക്കും. ഐ എം എ പോലീസ് ഓഫീസർ. സോ എനിക്ക് ഇതിൽ യുക്തിയുടെ ഭാഗത്ത് വെക്കാനേ കഴിയും. അസാധാരണമെങ്കിലും ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു മരണം ഇവിടെ നടന്നത് അതാണെന്ന് വിശ്വസിക്കാനാണ് തൽക്കാലം ഞാൻ ഇഷ്ടപ്പെടുന്നത്. കുറച്ച് ഫോർമാലിറ്റീസ് കൂടി ബാക്കിയുണ്ട്. ഞാൻ വിളിച്ചോളാം.